ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് പുട്ടും പഴം പുഴുങ്ങിയതാണ് ചെയ്തത്. എക്സാം ടൈമൊക്കെ ആയ കാരണം ഒരു ബോറടിയൊക്കെ മാറ്റാനായിട്ട് ഇങ്ങനെ പലഹാരം ഉണ്ടാക്കി കൊടുത്ത പുട്ടും പഴം പുഴുങ്ങിയതൊക്കെ ആകുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം അവർ പഠിക്കാനായിട്ടിരുന്നു. ഇന്ന് രണ്ടാൾക്ക് എക്സാം ഇല്ലാത്ത ദിവസമാണ്. ഒരാൾക്ക് എക്സാമുള്ള ദിവസം മറ്റേ ആൾക്ക് ഉണ്ടാവില്ല. അങ്ങനെ മാറി മാറിയാണ്. ചില ദിവസം രണ്ടാൾക്കുണ്ടാവില്ല. അപ്പം ഇന്ന് രണ്ടാൾക്ക് ഒഴിവാണ്. ഇപ്പോൾ പഠിക്കാതിരിക്കുകയാണ്. ഒരു 11 മണിക്കായപ്പോൾ കുറച്ച് സ്നാക്ക് അവർക്ക് കൊടുത്തു. ഇപ്പോൾ ചൂടൊക്കെ അല്ല, അപ്പോൾ കുറച്ച് മുന്തിരിയും നാരങ്ങയും പിന്നെ 2 കഷ്ണം അലുവയും. അപ്പോൾ അവർക്ക് പഠിക്കുന്നതിൻ്റെ ഇടയിലൊന്ന് ബോറടിക്കും മാറ്റാമല്ലോ. പുറത്ത് നല്ല വെയിലാണ്. ഇന്നലെ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ ഉച്ചനേരമായപ്പോൾ നല്ല വെയിൽ ഉദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാരകം വീണതൊക്കെ അവിടെ വിറ്റ് ഒതുക്കിയിട്ടുണ്ട്. നാരകത്തിൽ നിറയെ മുള്ളായ കാരണം നമ്മളത് ഒതുക്കി വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ അത് നമ്മുടെ കാലിൽ കയറും. കുറച്ച് തുണികൾ കഴുകിയത് വിരിച്ചിടാണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ കൊണ്ടുപോയി പുറത്ത് പോയി വിരിച്ചിട്ടു. പുറത്ത് നല്ല വെയിലായ കാരണം പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗം പാടമാണ്. പാടം കുറച്ച് താഴ്ചയുണ്ട്. അവിടെ തന്നെ വെള്ളമൊന്നും കെട്ടി നിൽക്കണ പാടല്ല. കൃഷിക്ക് ആവശ്യമായിട്ട് ഒരു വെള്ളം തിരിച്ചിടുകയാണ് ചെയ്യാറ്. ഇപ്പം ഇന്നലെ മഴ പെയ്ത കാരണം ചെറുതായിട്ടൊരു പച്ചപ്പൊക്കെ ആയിട്ടാണ് നിൽക്കണത്. പിന്നെ പാടത്ത് നിറയെ മാവുകളുണ്ട്. അതൊക്കെ മൂവാണ്ട മാവാണ്. അതിനകത്ത് നിറയെ മാങ്ങയും ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ 2-3 ട്രിപ്പ് വരെ മാങ്ങക്കാർ വന്ന് പൊടിച്ചു കൊണ്ടുപോയി. എന്നാലും കഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ നിറയെ മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാൻ. കുപ്പിയിലാക്കി വെച്ചിരുന്ന എണ്ണ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളത് ഇങ്ങനെ എണ്ണാട്ടി കുടത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിയണതിനനുസരിച്ച് നമ്മൾ ആവശ്യത്തിന് ഇത്തിരി എടുക്കുകയാണ് ചെയ്യുക. കുറച്ച് മീൻ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എണ്ണയൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു. അപ്പോൾ പിലോപ്പിയാണ് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറി വയ്ക്കണേക്കാളും വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ മീനൊക്കെ കഴിക്കും. അപ്പോൾ എപ്പോൾ മീൻ മേടിച്ചാലും കുറച്ച് വറുക്കാനായിട്ട് മാറ്റി വയ്ക്കും. ഫ്രൈ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ടിരുന്നു. ഇപ്പോൾ പിലോപ്പി തന്നെയാണ് കറിയും വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മാങ്ങച്ചാറുണ്ടായിരുന്നു, പയർ മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു, പിന്നെ കട്ടത്തൈര്, അതിലോട്ട് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഉപ്പിട്ട് കഴിക്കണ നേരത്തെ എല്ലാം കൂടി മിക്സ് ചെയ്യാണ് ചെയ്യാറ്. ദന്തപാലയുടെ എണ്ണ ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അപ്പുറത്തെ വീട്ടിൽ തന്നെ ഉണ്ട് ദന്തപാല. അപ്പോൾ നമ്മൾ കുറച്ച് ഇല പൊട്ടിച്ചിട്ട് എണ്ണയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ 7 ദിവസം വെക്കണം. ഇതിപ്പോൾ 3-4 ദിവസമായിട്ടോളം 7 ദിവസം വയ്ക്കുമ്പോൾ അത് നല്ല വയലറ്റ് കളറായിട്ട് എണ്ണ കിട്ടും. അപ്പോൾ ഈ എണ്ണ നമുക്ക് താരനും ഒക്കെ തലയിൽ തേക്കാനും എല്ലാം നല്ലതാണ്. പിന്നെ പുഴുവരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചൊറിച്ചിലിന് പറ്റാനും നല്ലതാണ്. അപ്പോൾ അത് കഴിയുന്നതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി വയ്ക്കും. അപ്പോഴേക്കും ചായയുടെ നേരമായി. അപ്പോൾ ഞാൻ കാപ്പിയാണ് കുടിക്കുക. അപ്പോൾ എനിക്കൊരു കാപ്പി എടുത്തു, ചേട്ടന് ഒരു ചായയും. കുട്ടികൾക്ക് ചായയും കാപ്പിയും വേണ്ട. അപ്പോൾ ഒരു ചായ ചേട്ടനും എടുക്കുകയാണ്. കാലത്ത് നേരം ആരും ചായയും കാപ്പിയൊന്നും കുടിക്കില്ല. വൈകിട്ട് ഞാനൊരു കാപ്പി എടുക്കും, ചേട്ടനൊരു ചായ എടുക്കും. പിന്നെ എന്തെങ്കിലും ഒരു സ്നാക്ക്, ചിലപ്പോൾ ഒന്നും കഴിക്കില്ല, ചായയും കാപ്പിയും കുടിച്ച് അവസാനിപ്പിക്കും. അപ്പോൾ കുട്ടികൾക്ക് വെച്ചാൽ സ്നാക്ക് കൊടുക്കും. പിന്നെ കുട്ടികൾക്ക് സ്നാക്ക് കൊടുത്തു. ഇന്നത്തെ സ്നാക്ക് ബ്രെഡും കുറുമക്കറിയാണ്. അപ്പോൾ കുറുമക്കറി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് മേടിച്ചു. അപ്പോൾ അവർക്ക് ബ്രെഡിൻ്റെ കൂടെ ജാം കഴിക്കണേക്കാളൊക്കെ ഇഷ്ടം അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ സാൻഡ്വിച്ച് പോലെ ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ കുറുമക്കറി, അല്ലെങ്കിൽ ചിക്കൻ, അങ്ങനെ കറികൾ കൂട്ടി കഴിക്കാനാണ്. അപ്പോൾ അവർക്കത് കൊടുത്തു. പിന്നെ മുളക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിൽ കാരണം നന്നായിട്ട് ഉണങ്ങി കിട്ടിയുണ്ട്. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് അമർത്തുമ്പോഴേക്കും അത് ഇങ്ങനെ പൊട്ടി വരികയാണ്. അപ്പോൾ നമ്മൾ മുളക് പൊടി മേടിക്കാറില്ല. നമ്മുടെ ആവശ്യത്തിന് പൊടി കഴിയണതിനനുസരിച്ചിട്ട് മുളക് മേടിച്ചിട്ട് ഉണക്കി പൊടിക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ഒരു 5 മണിയായപ്പോൾ നമ്മൾ മുളക് പൊടിക്കാനായിട്ട് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഒരു 6:30-7 മണിക്കുള്ളിൽ നമുക്കത് പൊടിപ്പിച്ച് കിട്ടും. പിന്നെ ഇവിടെയുണ്ട് ഒരു കട്ടിൽ നിറയെ തുണി മടക്കാനായിട്ട്.
വീട്ടിലിടുന്നതും യൂണിഫോമും എല്ലാം കൂടിയാകുമ്പോൾ 4 ആളുടെയും കുറേ ഉണ്ടാവും. യൂണിഫോം തന്നെ 2 ആളുടെ യൂണിഫോമും ഇന്നറും എന്തെങ്കിലും ഇടുമ്പോഴേക്കും ഒരു വാഷിംഗ് മെഷീൻ നിറയും. പിന്നെ വീട്ടിലിടുന്നത് നമ്മൾ വേറെ അലക്കേണ്ടി വരും. അപ്പോൾ 2 ദിവസമൊക്കെ കൂടുമ്പോൾ 2 പ്രാവശ്യം അലക്കാനുണ്ടാവും. പിന്നെ വാഷ്റൂമിലെ ടവലൊക്കെ മാറ്റിയത് അതുണ്ടായിരുന്നു. പിന്നെ എല്ലാ ദിവസവും മടക്കണ പരിപാടി ഇല്ലല്ലോ, അപ്പോൾ മടക്കാനും കുറേ ഉണ്ട്. ഇതിപ്പോൾ 2 ദിവസത്തെ ഉണ്ട്. അപ്പോൾ തന്നെ കുറച്ചധികം നേരം മടക്കാനുള്ളതുണ്ട്. ചിലപ്പോൾ 2-3 ദിവസത്തേക്ക് ഒന്നിച്ച് മടക്കും. അപ്പോൾ തുണികൾ കുറേ ഉള്ള കാരണം ഒരു ഒഴിവ് കിട്ടിയപ്പോൾ അതൊക്കെ മടക്കി വയ്ക്കുകയാണ്. ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എക്സാമൊക്കെ ആയ കാരണം നല്ല തിരക്കാണ്. മോനും ഇടയ്ക്കിടയ്ക്ക് കുറേ സംശയമായിട്ട് വരും. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് നിൽക്കണം. മോൾക്ക് ട്യൂഷനൊന്നുമില്ല, വീട്ടിലിരുന്ന് തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ആളും കുറേ സംശയിക്കായിട്ട് വരും. പിന്നെ എക്സാമൊക്കെ ആകുമ്പോൾ കുറേ നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ വേഗം ഒതുക്കി വെച്ചിട്ട് വേണം നമുക്ക് എക്സാമൊക്കെ ആകുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ എക്സാമൊക്കെ ആകുമ്പോൾ ഒട്ടും ഒഴിവില്ല. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.